നമ്മുടെയൊക്കെ വീടുകളിൽ തീർച്ചയായിട്ടും വാങ്ങി വെക്കേണ്ട ഐറ്റമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ സാധനം വേറെ ഒന്നുമല്ല, പോർട്ടബിൾ ഇലക്ട്രോണിക് സ്കെയിലാണ്. അതായത് സാധനങ്ങളിലൊക്കെ തൂക്കം നോക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ഐറ്റം. അപ്പോൾ ഇതിന് 206 രൂപയാണ് നമ്മൾ വാങ്ങിപ്പോയത്. അപ്പോൾ ഇത് കടയിൽ നിന്നൊക്കെ വാങ്ങുവാണെങ്കിൽ ഏകദേശം 380 രൂപയ്ക്കാണ്. നമ്മളിത് വാങ്ങിയത് മീഷോയിൽ നിന്നാണ്. അതുപോലെ ഇത് ഉപയോഗിക്കാനും വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതുപോലെ ഒരു ഐറ്റം നമ്മുടെയൊക്കെ വീടുകളിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും. നമ്മൾ കടയിൽ നിന്നൊക്കെ എന്തെങ്കിലും സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ വീണ്ടും തൂക്കം നോക്കാനും അതുപോലെ നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ തൂക്കം നോക്കിയിട്ട് കൊണ്ട് കൊടുക്കാനൊക്കെ ഈ ഒരു ഇലക്ട്രോണിക് സ്കെയിൽ ഉപകാരപ്പെടും. അപ്പോൾ ഇതിൻ്റെ കൂടെ ചെറിയൊരു കാറ്റലോഗ് പോലെ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വായിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇതൊന്ന് വർക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് വാങ്ങണോ വേണ്ടയോ എന്ന്. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തേക്കുന്നത് 20 ഗ്രാമിൻ്റെ 2 കാർ ഷാമ്പു ആണ്. അപ്പോൾ ഈ 2 കാർ ഷാമ്പു ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ വെയിറ്റ് പരിശോധിച്ച് നോക്കാം. അതുപോലെ നമുക്കിത് ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ്. എവിടെയെങ്കിലും ഹാങ് ചെയ്തിടുവോ അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചാലും മതി. നമ്മളിവിടെ വീഡിയോ എടുക്കുക എളുപ്പത്തിന് വേണ്ടിയിട്ട് ലൈറ്റിൻ്റെ സ്റ്റാൻഡിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ആദ്യമേ നമ്മളിത് ഓൺ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് 20 ഗ്രാമിൻ്റെ 2 കാർ ഷാമ്പു ആണ് വെച്ചേക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് ഇതിനകത്ത് 40 ഗ്രാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വെയിറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതെല്ലാം കറക്റ്റാണ്. നമ്മളിവിടെ 20 ഗ്രാമിൻ്റെ 2 കാർ ഷാമ്പു ആയിരുന്നു വെച്ചത്. അപ്പോൾ അങ്ങനെ ടോട്ടലായിട്ട് 40 ഗ്രാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണെന്ന്. അതുപോലെ നമുക്ക് ഇതിൻ്റെ കൂടെ 2 ബാറ്ററി കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് വർക്ക് ചെയ്യാനായിട്ട് 2 AAA ബാറ്ററിയാണ് വേണ്ടത്. അതിലിങ്ങനെയുള്ള മീറ്ററിനകത്ത് നമ്മളിങ്ങനെയുള്ള ബാറ്ററി ഒരുപാട് നാളിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബാറ്ററി പൊട്ടി ലീക്കായി കഴിഞ്ഞാൽ ഈ ഒരു സാധനം കംപ്ലൈൻ്റ് ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് വല്ലപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യാനുള്ളതെങ്കിൽ ഈ ഒരു ബാറ്ററി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഊരി വെക്കുക. അതുപോലെ നമ്മളിത് മേടിച്ചതിൻ്റെ ഡീറ്റെയിൽ കൂടി കാണിക്കാം. അപ്പോൾ നമ്മളിത് മേടിച്ചത് മീഷോയിൽ നിന്നാണ്. 206 രൂപയാണ് ഇതിനായത്. അതുപോലെ ഞാൻ കൂടുതലായിട്ട് സാധനങ്ങൾ മീഷോയിൽ നിന്നാണ് ഇപ്പം വാങ്ങുന്നത്. മീഷോയിലാകുമ്പോൾ നമുക്ക് റിട്ടേൺ ഉണ്ട്. ആമസോണിൽ മിക്ക കാര്യത്തിനിപ്പം റീപ്ലേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, റിട്ടേൺ ഇല്ല. അതുപോലെ ഇത് വാങ്ങാനുള്ള ലിങ്കും ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തേക്കാം. അതുപോലെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ വെച്ച് നോക്കുമ്പോൾ മീഷോയിലാണ് ഈ ഒരു ഇലക്ട്രോണിക് സ്കെയിലിന് റേറ്റിംഗ് കുറവ്. അതുപോലെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൊടുക്കാൻ വേണ്ടി ലിങ്ക് കോപ്പി ചെയ്യാൻ വേണ്ടി നോക്കിയ സമയത്ത് ഇതിന് 202 രൂപയാണ് കാണിക്കുന്നത്. നമ്മൾ മേടിച്ച സമയത്ത് 206 രൂപയാണ്. അതുപോലെ മീഷോയിൽ നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് ഓൺലൈനായിട്ട് അപ്പോൾ തന്നെ പൈസ നമ്മൾ പേ ചെയ്യുവാണെങ്കിൽ വീണ്ടും ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ പൈസ പേ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇലക്ട്രോണിക് സ്കെയിൽ 180 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ നമുക്കിതിനി ഓൺ ആക്കി കൂടി നോക്കാം. അപ്പോൾ ഈ ഒരു ബാറ്ററി ഇടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായി ഓണായി വരും. അപ്പോൾ ഈ ഒരു പോർട്ടബിൾ ഇലക്ട്രോണിക് സ്കെയിൽ ഉപയോഗിക്കേണ്ടത് ഈ രീതിയിൽ ഹാങ് ചെയ്തിട്ടുകൊണ്ടാണ്. ഈ രീതിയിൽ ഇട്ടെങ്കിൽ മാത്രമാണ് കറക്റ്റായിട്ട് ഇതിൻ്റെ തൂക്കവും കാര്യങ്ങളും കാണിക്കുകയുള്ളൂ. ഈ ഒരു ഹുക്ക് 20 ഗ്രാം ഉണ്ട്. അപ്പോൾ ഈ ഒരു ഹുക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന രീതിയിൽ ഇട്ടിട്ട് മാത്രമാണ് ഇത് ഓണാക്കാവുള്ളൂ. അതിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലൂടെ തന്നെ കാണിച്ചു തരാം. ഇത് ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു ഹുക്ക് കറക്റ്റ് ഈ രീതിയിൽ താന്നല്ല കിടക്കുന്നെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ആദ്യമേ കാണിച്ചു തരാം. എൻ്റെ സെൻറ്ററിലെ ബട്ടണാണ് ഓണും ഓഫും ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഹുക്ക് പൊക്കി പിടിച്ചിട്ട് ഇത് ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഹുക്ക് റിലീസ് ചെയ്ത സമയത്ത് 20 ഗ്രാമാണ് അതിൻ്റെ തൂക്കം കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോർട്ടബിൾ ഇലക്ട്രോണിക് സ്കെയിൽ ഓൺ ആക്കുന്നതിന് മുമ്പായിട്ട് എപ്പോഴും ഈ ഒരു ഹുക്ക് താഴേക്ക് ഇടുക. ഓൺ ചെയ്ത് കഴിഞ്ഞ് മാത്രമാണ് ഇതിൽ വെയിറ്റും തൂക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമാണ് ഇതിനകത്ത് കറക്റ്റായിട്ട് ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളും കാണിക്കൂ. ഓൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ രീതിയിൽ ഹാങ് ചെയ്തിടുക. ഓണായി കഴിഞ്ഞ് മാത്രം നമ്മൾ ഈ ഒരു ഹുക്കിലേക്ക് വെയിറ്റ് എന്തെങ്കിലും ഇട്ടാൽ മതി. 3 ബട്ടൺസ് ആണുള്ളത്. ഒന്ന് ടാരി, സെക്കൻഡ് ഓണും ഓഫും ചെയ്യാനുള്ളത്, മൂന്നാമത്തെ യൂണിറ്റ്. അപ്പോൾ മൂന്നാമത്തെ ബട്ടണിലാണ് ഇതിൻ്റെ യൂണിറ്റ് എല്ലാം ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കതിനകത്ത് കിലോഗ്രാം kg ഇട്ടാൽ മതി. അതങ്ങനെ പ്രത്യേകിച്ച് ചേഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്കിതിനകത്ത് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നത് ഒന്നാമത്തെ ടാരി എന്ന് പറഞ്ഞ ബട്ടണും പിന്നെ ഓണും ഓഫും ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ മാത്രമാണ് നമുക്കിതിനകത്ത് കൂടുതലായിട്ടും ആവശ്യം വരുന്നത്. ഇങ്ങനെ കറക്റ്റായിട്ട് സ്റ്റാൻഡിൽ തന്നെ വെക്കണമെന്നില്ല. നമുക്ക് കൈ പിടിച്ചാണെങ്കിലും സാധനങ്ങളുടെ തൂക്കം നോക്കാം. അതുപോലെ ഇതിനകത്ത് 50 കിലോ വരെ മാക്സിമം തൂക്കാമെന്നാണ് പറയുന്നത്. ഏകദേശം ഒരു 20 കിലോ വരെയൊക്കെ തൂക്കാനുള്ള നല്ല രീതിയിലുള്ള കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. 50 കിലോ വരെയാണ് മാക്സിമം പറയുന്നതെങ്കിലും അതുപോലെ ഓവർലോഡ് ഇൻഡിക്കേറ്ററും ബാറ്ററി ലോ ഇൻഡിക്കേറ്ററും ഇതിനകത്തുണ്ട്. ചാർജ് ഇല്ലാത്ത ബാറ്ററി ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പം ബി-ലോ എന്ന് കാണിച്ച് ഓഫ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഇതിലെ കുറച്ച് സെറ്റപ്പ് കൂടിയുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അതുപോലെ ഇതിൻ്റെ ഈ ഡിസ്പ്ലേയുടെ ലൈറ്റ് 5 സെക്കൻഡാണ് തെളിഞ്ഞ് നിൽക്കുകയുള്ളൂ. അപ്പം നമ്മളിവിടെ ഈ ഒരു ഇലക്ട്രോണിക് സ്കെയിൽ നമ്മളിവിടെ ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ തൂക്കം നോക്കാൻ വേണ്ടി നമ്മളിന്ന് എടുത്തേക്കുന്നത് 2 ബാറ്ററിയാണ്. നമ്മുടെ ക്യാമറയുടെ 2 ബാറ്ററിയാണ് എടുത്തേക്കുന്നത്. ഈ 2 ബാറ്ററിയും സെയിം ടൈപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹുക്കിലേക്ക് തൂക്കിയിടാൻ വേണ്ടി എളുപ്പത്തിന് നമ്മൾ ചെറിയൊരു കോപ്പർ കമ്പി ഇതിൽ ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ സംഭവത്തിലേ ഉള്ളൂ, നമ്മൾ ഈ ഒരു ഇലക്ട്രോണിക് സ്കെയിൽ ഓൺ ആക്കുക. അത് കഴിഞ്ഞ് ഈ ഹുക്കിലേക്ക് നമുക്ക് എന്താണോ തൂക്കം നോക്കേണ്ടത് അതിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ കറക്റ്റായിട്ടുള്ള തൂക്കം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ഇട്ടേക്കുന്ന ഈ ഒരു ബാറ്ററിയുടെ തൂക്കം 75 ഗ്രാമാണ്. അതുപോലെ നമുക്ക് ഇതിനകത്ത് 100 ഗ്രാമിന് മേളിലുള്ള തൂക്കം ഇട്ടെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ആ ഒരു വെയിറ്റിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് ലോക്കായി നിൽക്കുകയുള്ളൂ. അതായത് നമ്മൾ ഇതിനകത്ത് 100 ഗ്രാമിന് മേളിലുള്ള തൂക്കം എന്തെങ്കിലും ഇടുവാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു വെയിറ്റ് കറക്റ്റ് ലോക്കായി നിൽക്കും. അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാനും പറ്റും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഈ ഒരു മെഷർമെൻറ്റ് വാല്യൂ ഇങ്ങനെ ലോക്കായി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വേറെ വെയിറ്റോ കാര്യങ്ങളോ തൂക്കിയാലൊന്നും കാണിക്കില്ല. ആ ഒരു വെയിറ്റ് എടുത്താലും കറക്റ്റായിട്ട് ആ ഒരു മെഷർമെൻറ്റ് ലോക്കായി നിൽക്കും ഇങ്ങനെ. അപ്പോൾ നമുക്കിത് റീസെറ്റ് ചെയ്യാനായിട്ട് ഒന്നാമത്തെ ബട്ടനെ ടാരി ബട്ടണിൽ പ്രസ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഓൺ ഓഫ് ബട്ടണോ അല്ലെങ്കിൽ ടാരി ബട്ടണോ പ്രസ് ചെയ്താൽ മതി, റീസെറ്റ് ആയിക്കോളും. ടാരി ബട്ടണാണ് പ്രസ് ചെയ്യുന്നതെങ്കിൽ ഇത് ഓഫ് ചെയ്യാതെ നമുക്ക് വീണ്ടും തൂക്കം നോക്കാം സാധനങ്ങളുടെ. ഇപ്പോൾ നമ്മളിവിടെ ടാരി ബട്ടൺ പ്രസ് ചെയ്തപ്പം എല്ലാം 0 ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും സാധനം ഇടുവാണെങ്കിൽ കറക്റ്റായിട്ട് അതിൻ്റെ തൂക്കം പഴയ പോലെ തന്നെ കാണിക്കും. അപ്പോൾ അങ്ങനെ വീണ്ടും പഴയ പോലെ വെയിറ്റ് ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വെയിറ്റ് ലോക്ക് ചെയ്ത് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വെയിറ്റ് ലോക്ക് ആകുന്ന അതെങ്ങനെയാണോ ഓഫ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്കിങ്ങനെ വെയിറ്റ് ലോക്ക് ആകുന്ന ആ ഒരു സെറ്റപ്പ് നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് ഒന്നാമത്തെ ബട്ടണിൽ
ലോങ് പ്രസ് ചെയ്യുക ഒരു 3 സെക്കൻഡ്. അപ്പോൾ അങ്ങനെ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് എൽ ഓഫ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. അപ്പോൾ അങ്ങനെയാണ് വെയിറ്റ് ലോക്ക് ഓഫ് ചെയ്യുന്നത്. വെയിറ്റ് ലോക്ക് ഓൺ ചെയ്യാനും ആ ഒരു ബട്ടണിൽ തന്നെ ഒരു 3 സെക്കൻഡ് ഞെക്കി പിടിച്ചാൽ മതി. അപ്പോൾ ഈ രീതിയിൽ വെയിറ്റ് ലോക്ക് ഓഫ് ചെയ്തിട്ടുവാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് വെയിറ്റ് കൊടുക്കുന്ന സമയത്ത് മാത്രം ആ ഒരു മെഷർമെൻറ്റ് കാണിക്കും. നമ്മൾ വീണ്ടും കൈയെടുത്ത സമയത്ത് വെയിറ്റ് എടുത്ത സമയത്ത് ആ ഒരു പഴയ വാല്യൂയിലേക്ക് തന്നെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 150 കാണിക്കുന്ന വേറെ ഒന്നല്ല, നമ്മൾ 2 ബാറ്ററി ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്, അതിൻ്റെ വെയിറ്റാണ് കാണുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ ഉപയോഗിക്കാം. വെയിറ്റ് ലോക്ക് ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി അടുത്തായിട്ട് വേറൊരു രീതി കൂടി കാണിക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ബക്കറ്റിൽ എന്തെങ്കിലും ഒരു സാധനം തൂക്കുവാണ്. അപ്പോൾ നമുക്ക് ആ സമയത്ത് ബക്കറ്റിൻ്റെ വെയിറ്റ് അറിയണ്ട, നമ്മൾ അതിനകത്ത് തൂക്കാൻ പോകുന്ന ആ ഒരു സാധനത്തിൻ്റെ വെയിറ്റ് മാത്രം അറിഞ്ഞാൽ മതിയെങ്കിൽ നമ്മളിവിടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഒരു ഇലക്ട്രോണിക് സ്കെയിൽ ഓൺ ആക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിലേക്ക് ബക്കറ്റ് ഹാങ് ചെയ്യുക. നമ്മളിവിടെ ബക്കറ്റായിട്ട് സങ്കല്പിച്ച് ഈ ഒരു ബാറ്ററിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററി 75 ഗ്രാം ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിക് സ്കെയിൽ ഓൺ ആക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിനകത്ത് എന്ത് ഹാങ് ചെയ്യുന്നോ അതിൻ്റെ വെയിറ്റ് ഇതിനകത്ത് കാണിക്കില്ല. ഇലക്ട്രോണിക് സ്കെയിൽ ഓൺ ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് എന്ത് ഇടുന്നോ അതിൻ്റെ വെയിറ്റ് മാത്രമേ ഇതിനകത്ത് കാണിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഒരു ഉദാഹരണമായിട്ട് കാണിക്കുകയാണ്. അപ്പോൾ നമ്മളോട് തൂക്കിയാകുന്ന ബക്കറ്റായിട്ട് സങ്കല്പിക്കുക. ഇനി അതിലേക്ക് നമ്മൾ എന്തെങ്കിലും സാധനം ഇടുവാണ്. അപ്പോൾ ഈ ഒരു ബാറ്ററിയും 2 ബാറ്ററിയും 75 ഗ്രാമാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത് ഇട്ട ഈ ഒരു ബാറ്ററിയുടെ വെയിറ്റ് മാത്രമേ ഇവിടെ കാണിക്കുകയുള്ളൂ. നമ്മളുടെ ഈ ഇലക്ട്രോണിക് സ്കെയിൽ ഓൺ ആക്കുന്നതിന് മുമ്പ് ഇട്ട ആ ഒരു ബാറ്ററിയുടെ വെയിറ്റിനകത്ത് കാണിക്കില്ല. അതുപോലെ നമ്മൾ രണ്ടാമതിട്ട് ഈ ഒരു ബാറ്ററി എടുക്കുകയാണെങ്കിൽ വീണ്ടും 0 ആയിട്ട് തന്നെ കാണിക്കും. അപ്പോൾ നമുക്ക് ഈ രീതിയിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അടിപൊളി സാധനമാണ്, നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ 50 കിലോ വരെ തൂക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു 20 കിലോ വരെയൊക്കെ തൂക്കുന്നതിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഈ ഒരു ഇലക്ട്രോണിക് സ്കെയിൽ ഉപയോഗിച്ചേണ്ടതിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്ത് വെക്കുക. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇങ്ങനെയുള്ളതിൽ ഇത് ബാറ്ററിക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി പൊട്ടി ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബോർഡും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് കംപ്ലൈൻ്റ് ആയി പോകും. അതുപോലെ ഈ ഇലക്ട്രോണിക് സ്കെയിൽ മേടിക്കാനുള്ള മീഷോ ലിങ്കും ഇന്നത്തെ വീഡിയോയിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. അതുപോലെ വാട്സപ്പിലേക്ക് ഒരുപാട് പേര് മെസ്സേജ് ഉണ്ട്. അപ്പോൾ അതിനൊന്നും റിപ്ലൈ ആകാത്ത വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ആവശ്യത്തിനായിട്ട് വാട്സപ്പ് കൈകാര്യം ചെയ്യുന്ന ആ ഒരു ഫോൺ കംപ്ലൈൻ്റ് ആയി പോയി. അതുകൊണ്ട് നമുക്ക് എല്ലാ മെസ്സേജൊന്നും റിക്കവർ ചെയ്തെടുക്കാൻ സാധിച്ചില്ല. അതുപോലെ നിങ്ങളിത് വാങ്ങുന്നുണ്ടെങ്കിൽ മീഷോയിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത്. മീഷോയിലാണ് ഇപ്പോൾ കൂടുതലായിട്ടും എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് മേടിച്ചാൽ റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വാങ്ങുന്ന സമയത്ത് എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റും ഉണ്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുപോലെ നമ്മൾ കുറച്ച് നാളായിട്ട് റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യാത്തത് മഴയൊക്കെ ആയതുകൊണ്ടാണ്. മഴയൊക്കെ ആയതുകൊണ്ട് സ്ക്രാപ്പിൽ ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒന്നും അധികം കിട്ടാനില്ല. എന്തായാലും ഉടനെ ഒരു റീസ്റ്റോറേഷൻ വീഡിയോ ഉണ്ടാവും. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞ പോലത്തെ RC കാർ ഉണ്ടാക്കുന്ന അതിൻ്റെ വീഡിയോയും ഉടനെ തന്നെ ഉണ്ടായിരിക്കും.